ഹായ് ഹലോ നമസ്കാരം, ഞാൻ നൗഫൽ ബാഷ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഗ്രാഫിക് ഡിസൈൻ കോഴ്സ് ഏത് കോഴ്സ് ചെയ്യണം, എവിടെ ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 10th കഴിഞ്ഞവർക്കും +2 കഴിഞ്ഞവർക്കും ഡിഗ്രി കഴിഞ്ഞവർക്കും ചെയ്യാൻ പറ്റുന്ന ഡിസൈനിങ് കോഴ്സുകളുണ്ട്. അപ്പോൾ 10th കഴിഞ്ഞവർക്ക് ഞാൻ പറയുന്നത് എന്തായാലും +2 ഫിനിഷ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതിനു മുമ്പ് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യണം എന്നൊക്കെ. അതിൽ ഞാൻ തന്നെയാണ് പറഞ്ഞത്. 10th കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് +2. അതിലിപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു വിഷയം കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും സയൻസ് ആയാലും ഏതായാലും എടുക്കാം. സോ നമ്മൾ +2 കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി ചെയ്യാം. അതായത് ഡിസൈനിങ് സബ്ജക്റ്റ് ഇൻക്ലൂഡ് ചെയ്ത സിലബസ്. എനിക്ക് തോന്നുന്നു BA ഇൻ മൾട്ടിമീഡിയ അനിമേഷൻ ഉണ്ട് തോന്നുന്നു, ബാച്ചിലർ. അപ്പോൾ ആ ബാച്ചിലേഴ്സ് ചെയ്താൽ നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഡിസൈനിങ് പഠിച്ച പോലെ ആയി. അതിനുശേഷം നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്തിട്ട് മൾട്ടിമീഡിയ ഒരു ഡിപ്ലോമ ചെയ്താലും തെറ്റില്ല. അപ്പോൾ +2 കഴിഞ്ഞവർക്ക് BA ഇൻ മൾട്ടിമീഡിയ അനിമേഷൻ ഉണ്ട്, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കൂടുതലും ഈ ഫോട്ടോഗ്രാഫി, ഫിലിം എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മൾട്ടിമീഡിയ അനിമേഷൻ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ പറയുകയാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവർ, അതായത് ഡിഗ്രി ഇപ്പോൾ എന്നെ പോലെ BCA കഴിഞ്ഞിട്ട് ആ ഫീൽഡ് വേണ്ട, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ചെയ്തിട്ട് ആ ഫീൽഡ് വേണ്ട എന്ന് മാസ്ക് ഇടാം. അപ്പം അങ്ങനെ ഈ ഫീൽഡിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാവുന്ന കോഴ്സാണ് PGDMA എന്നൊരു കോഴ്സ് ഉണ്ട്. അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മൾട്ടിമീഡിയ അനിമേഷൻ ഉണ്ട്. അതിന് സമാനമായ കോഴ്സുകളും ഉണ്ട്. ഞാൻ പഠിച്ചത് തൃശ്ശൂരിലെ ഇൻഫോപ്രിസം എന്നാണ്. അവരുടെ സൈറ്റ് ഇപ്പോഴും ആക്റ്റീവാണ്, ഞാൻ നോക്കി. അപ്പോൾ ആ ഒരു സിലബസിൽ നമ്മൾക്ക് ഗ്രാഫിക് ഡിസൈനിങ് ഉണ്ട്, വെബ് ഉണ്ട്, 3D ഉണ്ട്, വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇത് 4ലും നമുക്ക് ബേസിക്സും കുറച്ച് അഡ്വാൻസും നമുക്കതിൽ പഠിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് നമുക്ക് ഇപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കി കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്തും പഠിക്കാം. ഓക്കെ, അപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിപ്ലോമ ചെയ്യണം എന്നുള്ളവർക്ക് ഈ കോഴ്സ് ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. 10th കഴിഞ്ഞാൽ +2 ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് യൂട്യൂബൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് റെഫറൊക്കെ ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് പഠിച്ചു വയ്ക്കുന്നതും നല്ലതായിരിക്കും. സോ മൾട്ടിമീഡിയ ഈ ഒരു ഫീൽഡ്, എല്ലാ ഫീൽഡും നല്ലതാണ്. എല്ലാ ഫീൽഡിലും എല്ലാവർക്കും താല്പര്യം ഉണ്ടാകണമെന്നുമില്ല. അപ്പോൾ ഇതാണ് താല്പര്യം, ഈ ഫീൽഡാണ് താല്പര്യം, ഇത് പഠിക്കാനാണ് ഇഷ്ടം, അങ്ങനെയുള്ളവർക്ക് മൾട്ടിമീഡിയ അനിമേഷൻ, വീഡിയോ എഡിറ്റിംഗ്, മോഷൻ ഗ്രാഫിക്സ്, അങ്ങനെ പല കാര്യങ്ങൾ ഇതിൽ പഠിക്കാൻ പറ്റും. നല്ല ജോബ് സ്കോപ്പൊക്കെ ഉള്ള ഒരു സബ്ജക്റ്റും കൂടിയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവിടെയും ഈ ജോബിന് സ്കോപ്പുണ്ട്. അത് പിന്നെ കമ്പനിക്കനുസരിച്ച് നമുക്ക് സാലറിയൊക്കെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഇനി ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഒരു ലൈവ് സെഷനും വരാം. അതേപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന വർക്കുകളും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അതുപോലെ BA ആർട്സ് ഇൻ മൾട്ടിമീഡിയ അനിമേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അതേപോലെ BA ഇൻ മൾട്ടിമീഡിയ അനിമേഷൻ എന്നൊരു ബാച്ചിലർ കോഴ്സ് ഉണ്ട് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ അത് കണ്ടത് കോട്ടയത്തിലെ സെൻറ്റ് ജോസഫ് കോളേജ് ഇൻ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ എന്തോ ആണ് പേര് ആ കോളേജിൻ്റെ. അവിടെ ഈ ഒരു കോഴ്സ് ഉണ്ട്. ഏത് യൂണിവേഴ്സിറ്റി എന്നറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ട്രൈ ചെയ്യാം. നമുക്ക് ഡിഗ്രിയും കിട്ടും, ഇതും നമുക്ക് പഠിച്ച പോലെ. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന BSc കോഴ്സും നല്ലതാണ്. നമുക്ക് ടെക്നിക്കലി കുറേ കാര്യങ്ങൾ അതിലും പഠിക്കാൻ പറ്റും. സോ ഇത്രയാണ് പറയാനുള്ളത്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ വെച്ച് കാണാം. നന്ദി.